അങ്ങനെ ജൂലൈ 12 എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണമെന്ന് തോന്നുന്നു. ഇന്നെൻ്റെ കല്യാണമാണ്. അങ്ങനെ ഞാൻ ഉറങ്ങി എണീച്ച് 11:30 കാണും. സമാധാനമായിട്ട് അവസാനത്തെ ഉറക്കം ഉറങ്ങി എണീച്ച് വരെയാണ്. അത് അവിടെ ഞാൻ എത്തി എൻ്റെ അളിയന്മാർ രണ്ടുപേരും ബൊക്കയും അതെല്ലാം തന്ന് അവിടെ നിന്ന് ഞാൻ കയറി വരികയാണ്. ഒന്ന് അപ്പവും ഒന്ന് അക്കവും. അവൻ ഇപ്പം വലുതായി, എന്നെയും കാട്ടിയുണ്ട് രണ്ടുപേരും. ഇങ്ങനെ എന്നെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി. ടെൻഷനെല്ലാം ഉണ്ട്, എന്നാലും പുറത്തങ്ങോട്ട് ഏതോ ഒരു ബ്യൂട്ടി പാർലറിൽ പോയി മേക്കപ്പെല്ലാം ചെയ്തു. അങ്ങനെ ഫൗണ്ടേഷനെല്ലാം ഇട്ടിട്ടുണ്ട്. അതാണ് ചുണ്ട് ചുമചുമായിരിക്കണം. ലിപ്സ്റ്റിക് ഇട്ടുക നീ? ലിപ്സ്റ്റിക് ഒന്നുമില്ല, അതെല്ലാം റിയൽ ചുണ്ട, തത്തമ്മ ചുണ്ട. തത്തമ്മ ചുണ്ട് ചുമചുമായിരുന്നു. തൊട്ടാ ഉടുപ്പി പറ്റുമായിരുന്നു. അത് അക്കു ഇരിക്കുന്നുണ്ടോ? ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എന്നെ കാട്ടിയുണ്ട്. അത് അവളെ ഉമ്മീര മോനാണ്, ഇത് ഇവളെ സഹോദരനാണ്. ഈ സൂട്ടും കൊണ്ടിട്ടിരിക്കണ എൻ്റെ അടുത്ത്. അങ്ങനെ ഇവരെല്ലാം എന്നെ ഒറ്റയാക്കിയിട്ട് പോണ. അടുത്താരും ഇല്ലെന്ന് തോന്നണ്. ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. നല്ല ചുമന്ന പൂവെല്ലാം ഇവിടെ നിടി. ഇതാരൊപ്പിച്ചുണ്ടോന്ന്? കടയെന്നായിരിക്കും എന്തോ, ഞാൻ അറിഞ്ഞില്ലല്ലോ. എനിക്ക് ആരാന്തോ എന്നെ വിളിക്കുന്നത്. അവസാനം ഫോണിൻ്റെ പകുതി വെച്ച് ക്യാമറമാനെല്ലാം പിടിക്കുന്നുണ്ട്. അത് നമ്മളെ ഉപ്പ് വീട്ടില്ല, നമ്മളെ എല്ലാവരും ഉണ്ട്. നമ്മളെ അപ്പുറത്തെ ഫൗസി എല്ലാം ഉണ്ട്, അവിടെ ഇരിപ്പുണ്ട്. പിന്നെ അത് പൊന്നുമാണ് അവിടെ നിൽക്കുന്നത്. പിന്നെ അവിടെ അപ്പുറത്ത് സിസ്റ്റേഴ്സ് എല്ലാം ഉണ്ട്. ഇത് നമ്മളെ ഇതാരെന്നറിയാമോ? ഇതാണ് നമ്മളെ ഉമ്മച്ചിമ്മ, ഉമ്മാരെ ഉമ്മയാണ്. ആ ബ്ലൂവിൽ വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നത്. മാസ്ക് ഇട്ടതാണ് ഇവിടെ താജു അപ്പച്ചിയാണ്. അവിടെ എല്ലാവരും അങ്ങനെ കൂട്ടത്തോടെ നിൽക്കുകയാണ്. ഒന്നാമത് കൊറോണ സമയമാണ്, വൻ സീനായിട്ടുള്ള സമയത്താണ്. എത്ര പേർക്ക് 20 പേർക്കേ അവിടെ ഓഡിറ്റോറിയത്തിൽ അലൗഡുള്ളൂ. അതുകൊണ്ട് ഓഡിറ്റോറിയം മാറ്റി വീടാക്കി. ഫൗസിയെല്ലാം ഫുഡ് കഴിക്കുന്നുണ്ട്. അതാര് നിൽക്കുന്ന വെള്ളം കുടിച്ചോണ്ടിരിക്കുന്ന വിഷ്ണു? അയ്യോ, എൻ്റെ ചങ്ക് ബ്രോയാണത്. അവൻ ഗൾഫിൽ. അവനും പിന്നെ മറ്റേ ചേച്ചിയുടെ മോന് ഉണ്ട്. ഇത് ദിന, ഷെറിയാമി, ദിയ, നൂറ. അതെൻ്റെ ഉമ്മയാണ് അവിടെ നിന്ന് കൺട്രാക്ട് ഇടുന്നത്. ഇത് പിന്നെ ഇങ്ങനെ ബാഗിൽ പൈസ എടുത്തിട്ടത് മമ്മിയാണ്, ഇവളെ ഉമ്മയാണത്.
ആ, പിന്നെ മറ്റേ ഒരു പിങ്ക് പോലത്തെ ഷർട്ടാണ് എൻ്റെ മാതാജി. ഇത് മലർ മലർ രാറ്റ് നിൽക്കുന്നതാണ്. അത് പൊന്നുമാണ്. മര അനിയത്തീര മോളാണ്. ഇത് ഷിബി, നമ്മളെ ചെറിയാമ്മി എന്ന് പറഞ്ഞ എൻ്റെ മാമീര മോൻ. ആ മാസ്ക് ഇട്ടത് ക്ലിയർ ആവുന്നില്ല. അത് നമ്മളെ മാമാര വൈഫ് സുൽഫി എന്ന് പറയില്ലേ. പിന്നെ ഇതാണ് എൻ്റെ പിതാജി, മാസ്ക് ചെവിയിൽ കറക്കി ഇട്ടുകൊണ്ട് വരുന്നത്. മാറ്റി പറഞ്ഞുകൊണ്ടെടുത്ത്. ഇത് എൻ്റെ മാമിയാണ്, കൊച്ചുമ്മയാണ്. മാമി എന്നാണ് ഞാൻ വിളിക്കുന്നത്. ഇപ്പം ചെറിയൊരു പിണക്കത്തിലാണ്. പിന്നെ പറയണമെങ്കിൽ പിന്നെ അവിടെ നിന്ന് മാമിയെല്ലാം ഫോണിൽ സ്കൈപ്പിലെല്ലാവരുടെയും വിളിച്ചോണ്ടിരിക്കുകയാണ്. മട്ടൻ ബിരിയാണി ഉണ്ടോ ബ്രോ? സൂപ്പർ മട്ടൻ ബിരിയാണി ആയിരുന്നു. നീ കുറച്ച് കഴിക്കാൻ പറ്റുള്ളൂ. 2 പ്ലേറ്റ് അന്ന് 2 പ്ലേറ്റ് ഞാൻ ഇടിച്ച് വിട്ട്. ഞാൻ വീട്ടിൽ കൊണ്ടുവന്നില്ലേ? ബാക്കി ഞാൻ കൊണ്ടുവന്നില്ലേ? ഇല്ല. പിന്നെ ഇത് ഇവിടെ വീടിൻ്റെ അപ്പുറത്തുള്ളതാണ്. എൻ്റെ വീടിൻ്റെ മെല്ലിലുള്ള ഇത്. പിന്നെ നമ്മളെ ജമാലാമ, നമ്മളെ ബന്ധു തന്നെ, പള്ളിയുടെ തന്നെ. ഇത് കൊച്ചാപ്പന്മാരുണ്ട് ഇതിൻ്റെ അടുത്ത്. എല്ലാം നമ്മളെ ബന്ധുക്കളാണ്. പിന്നെ അങ്ങനെ എല്ലാവരും ഫുഡിൻ്റെ അവിടെ കല്യാണം കഴിച്ചില്ല ഞാൻ. അതിന് മുമ്പ് ഫസ്റ്റ് ഞാൻ അവിടെ ഇരിക്കണമെന്ന് തോന്നുന്നു. ഫസ്റ്റ് ട്രിപ്പ് ഇല്ല, നല്ല ഫസ്റ്റ് ട്രിപ്പാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് ട്രിപ്പല്ല, കല്യാണത്തിന് മുമ്പുള്ള ട്രിപ്പാണെന്ന് തോന്നുന്നു. ഉമ്മയും ഉമ്മ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സാധാരണ ആദ്യമേ ഇരിക്കും. പിന്നെ മോൻ്റെ കല്യാണം കണ്ട് പയ്യെ ഇരിക്കാന്ന് വിചാരിച്ച് കാണും. അങ്ങനെ എൻ്റെ അമ്മയും ഉമ്മയും കൂടി സംസാരിക്കണം എന്തിനാണെന്തോ. ആരെ വിളിക്കുന്നുണ്ട്. ആരെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ബന്ധുക്കളായിരിക്കും. അങ്ങനെ ഇപ്പം മണവാട്ടി ഇപ്പം വരാറായി. മണവാട്ടി വന്നിരിക്കുന്നു. മണവാട്ടി കാൽക്കള കെട്ടിയ, അയ്യോ കൊണ്ടുവരലേ. കൊണ്ടുവന്നേ. ഞാനങ്ങനെ ഒരു പെണ്ണുങ്ങളെ അങ്ങനെ നോക്കാറില്ല. അടുത്തോട്ട് നീങ്ങിയിരുന്നു പറഞ്ഞ ആക്രമണത്തിൽ നീങ്ങിയിരിക്കണോ? ഞാൻ നോക്കിയില്ലല്ലോ. അടുത്തോട്ട് നീങ്ങടി എന്നാണ് പറയണത്. നീയോട് നീ പറയാൻ എൻ്റെ ഇപ്പം എൻ്റെ അടുത്ത് നീങ്ങിയിരുന്നു ഞാൻ നോക്കണത് തന്നെയാണ്. അങ്ങനെ മണവാട്ടി ഒരുങ്ങി അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുന്നു. പക്ഷെ ഞാൻ അന്ന് നല്ല സ്ലിമ്മായിരുന്നു കേട്ടോ. ഇപ്പം ഇത്തിരി തടി വെച്ചു. ഇതെൻ്റെ സിസ്റ്റേഴ്സാണ്. 1 2 3 4. ഇനി ഒന്നുകൂടെ ഉണ്ടല്ലോ, അത് സൈലൻ്റ് ആളാണ്. അവളോടെ പോയി. ദിനയും കൂടി ഉണ്ടായിരുന്നു. ഇവർ 5 പേരാണ് ഉള്ളത്.
ഇവർ 1 2 3 4 പിന്നെ ദിനയും കൂടി. അയ്യോ എൻ്റെ ഉമ്മ വന്നിട്ടുണ്ട്. സ്വതന്ത്ര എടുക്കുന്നുണ്ട്. താലിമാലയാണെന്ന് തോന്നുന്നു. ഓ എൻ്റെ പിതാജി ബാക്കിൽ തന്നെ ഉണ്ട്. എന്തിനാ എൻ്റെ പറയുന്നുണ്ട്. എന്തിനാ പറഞ്ഞു ഇതോ പോയി. കെട്ടുകൊണ്ട് അങ്ങനെ എന്തിനാ പറഞ്ഞുകൊണ്ട് പോയി. ഞാൻ പിന്നെ കല്യാണം കഴിക്കുന്ന ടെൻഷനിലാണ് ഞാൻ ഇരിക്കണത്. കെട്ടിയാ മതി. അങ്ങനെ എന്തിനാക്കിയല്ല ഞാൻ പറയണം. ഒരു ഓർമ്മയില്ല അന്ന് എന്തിനാണെന്ന്. വർഷങ്ങളായില്ലേ? ഇതിപ്പം 4 വർഷമായി. 4 വർഷം 4 വർഷം കഴിഞ്ഞ്. ഇതാണ് ഞാൻ പറഞ്ഞ ദിന. ഇവള ആള് സൈലന്റ് ആണ്. ഇപ്പം 10ൽ പഠിക്കുന്നു. 10ലല്ല +1 പഠിക്കുന്നു. അങ്ങനെ താലിമാല എല്ലാം റെഡിയാക്കി ക്യാമറയ്ക്ക് മുമ്പിൽ ഷോ കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ് എൻ്റെ അമ്മ. ഇതുകൊണ്ട് ക്യാമറയിൽ കാണിച്ചു കൊടുക്കുന്നു. ഒരു 2 ലോക്കറ്റുള്ള ഒരിതാണ്. വീഡിയോ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഞാനാണെങ്കിൽ ടെൻഷൻ അടിച്ച് എങ്ങോട്ടാ കോങ്ങണ്ണല്ല പോയി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവരെന്തൊരു സീക്രട്ട് പറഞ്ഞു തരികയാണ്. ഇത് നമ്മളെ SP ആണ്. ഇത് നമ്മുടെ അതിൻ്റെ അപ്പുറത്തേക്കാണ് ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അനിയത്തിയാണ് ഷെറി. അത് ഹസ്ബൻഡാണ്. പോലീസ് ഓഫീസറാണ്. ഇപ്പോൾ SP ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ എന്തിനാ കൊടുത്തു വൈസ് താലിമാല കയ്യിൽ കൊടുത്തു. തിരിച്ച് മേടിച്ചു. എന്നിട്ട് താലി ഇട്ട് കൊടുക്കാനുള്ള ശ്രമമാണ്. അപ്പോഴത്തേക്ക് എൻ്റെ അമ്മ പിടിച്ചു മേടിച്ചു. അങ്ങനെ താലിമാല കറക്റ്റ് നോക്കി. ഓക്കെ ഇങ്ങനെ വെച്ചിട്ട് ഓക്കെ ഇങ്ങനെ അങ്ങ് ഇടാന്ന് പറഞ്ഞു. ബാക്കി നല്ല പിടിയും വലിയും. ഞാൻ വിടൂല ഞാൻ വിട്ടിട്ടില്ല. ഓക്കെ ഇനി അവരായിക്കോട്ടെ. എങ്ങനെ താലിയെല്ലാം നേരെ വയ്ക്കുന്നു. ഓക്കെ അങ്ങനെ കഴിഞ്ഞു ഗൈസ്. അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അങ്ങനെ താലി കെട്ടിക്കഴിഞ്ഞു. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത ചടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സഹോദരിക്ക് പാലും കൊണ്ടുവന്നിരിക്കുന്നു. ഞാൻ പാല് കുടിക്കാറില്ല ഗൈസ്. ഛർദിക്കും എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് കല്യാണ വീട്ടിൽ ഛർദിക്കണ്ട എന്ന് പറഞ്ഞ് അവൾക്ക് പാല് കൊടുത്ത്. അവളാണെങ്കിൽ ഒടുക്കത്ത അയ്യോ നിനക്കത് നിന്നെ കളിയാക്കാനില്ല. നിന്നെ റോസ്റ്റ് എനിക്ക് അറിയാം നല്ലോണം. അങ്ങനെ ഞാൻ പാലും കൊടുത്തു. അങ്ങനെ നമ്മൾ ചടങ്ങായിട്ടുള്ളത് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അങ്ങനെ സഹോദരിക്ക് ഒരു ചടങ്ങുണ്ട്. അപ്പം സഹോദരി വന്നിരിക്കുന്നു. അങ്ങനെ എൻ്റെ മമ്മി അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൊടുത്തു. ഓക്കെ അങ്ങനെ പാലും കൊടുത്ത് വിട്ടു. ഇനി അടുത്ത നമ്മളെ ചടങ്ങെന്ന് പറഞ്ഞാൽ ഫുഡടി
ഫുഡ് അടിക്കണ മുമ്പ് പിന്നെ ക്യാമറ എൻ്റെ കല്യാണം കൊണ്ട് അന്നേരം ഇറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ഫാമിലി ഫോട്ടോ ഷൂട്ടാണ്. ഒതുങ്ങി മാതാജിയും പിതാജിയും കൂടി അങ്ങ് നിൽക്കുകയാണ്. ഗ്രീൻ ഇട്ടത് ഉമ്മയുടെ സിസ്റ്ററാണ്. രണ്ടാമത്തോണ്ട് പറയണത് ഓടി പറഞ്ഞു. ദിസ് ഈസ് മൈ ഫാമിലി. അങ്ങനെ ഞാൻ വെളുത്ത് പാറിയിരിക്കുകയാണ്. മേക്കപ്പിന്റെ പവറാ. പൊടി അന്ന് ഞാൻ ഇങ്ങനെയാണ് ഇരുന്നത്. ചുണ്ട് കണ്ടറിയാം. ആ ചുണ്ട് കണ്ടറിയാം. എന്റെ അതേ ലിപ്സ്റ്റിക്ക് നിന്റെ ചുണ്ട്. പിന്നെ അന്ന് എൻ്റെ ചുണ്ടില് പിങ്ക് കളറായിരുന്നു. എന്റെ പടച്ചോടി, ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോ ആ ഫോട്ടോയും കൂടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പിങ്ക് കളറെല്ലാം മാറിയത്. ആദ്യമായിട്ട് കണ്ടപ്പോഴാണ് നിന്റെ കണ്ടത് പിങ്ക് അല്ലേ. പിന്നെ അങ്ങനെതാ ഇത് നമ്മുടെ അടുത്ത ഫാമിലി ഫോട്ടോഷൂട്ട്. എല്ലാവരും സീരിയസ് ആണ്. ഞാൻ ഒരു കറുത്ത കോട്ടാണ് എടുത്തിട്ടുള്ളത്. ബ്രൗൺ അവൾക്ക് മാച്ചാവാൻ വേണ്ടി ഒരു ബ്രൗൺ ഇട്ട് അങ്ങനെ. അടുത്തത് മേരെ അപ്പൻ വന്നിട്ടുണ്ട്, മേരെ ഉമ്മ വന്നിട്ടുണ്ട്. അവരായിട്ടാണ് അടുത്ത ഫോട്ടോ. ഓക്കെ ഇല്ല, ഞാൻ ടെൻഷൻ കൊണ്ട് ആരടുത്തെങ്കിലും എന്തൊക്കെയല്ല പ്രായം കാണിക്കുന്നുണ്ട്. ഓരോരുത്തരുടെ കഥയും പറയണാന്ന്. അയ്യോ, അങ്ങനെ ഞാൻ ഓക്കെ അവർ ഇത് കഴിഞ്ഞ് ഓക്കെ അവർ മാസ്കും എടുത്ത് പോകുന്നുണ്ട്. അടുത്തത് ഹാരം ഇടാൻ വേണ്ടി മറന്നു പോയിക്കോട്ടോ. ഹാരം ഓക്കെ. നമ്മളെ സുൽത്താനയും നമ്മുടെ കാജോൾ SP കൂടിയാണ് ഇത് തരുന്നത്. എനിക്കൊന്നും ഓർമ്മയില്ല. ഓക്കെ, അങ്ങനെ ഞാൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നു. ഇട്ട് കൊടുത്തു ഗൈസ്. അങ്ങനെ തിരിച്ച് ഓക്കെ, അങ്ങനെ ഹാരം ഇട്ട് അങ്ങനെ ഒരു ചെറു പുഞ്ചിരിയോടെ ബൊക്ക. ഇത് നമ്മളെ ദിയ ബൊക്ക തന്നു. അത് നിനക്ക് ഞാൻ തന്നു. എന്നിട്ട് എല്ലാവരുമായിട്ട് ഇത് ഫുൾ കൊറോണ ടൈമിലാണ് ഈ കല്യാണം നടക്കുന്നത്. വെറും 20 പേര് മാത്രമേ 20 പേർക്ക് മാത്രമേ വരാൻ പറ്റത്തുള്ളൂ ഈ കല്യാണത്തിന്. പക്ഷെ തിരക്കുണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ട് മാറി ഒളിച്ചല്ലായിരിക്കും ആൾക്കാർ, അല്ലെങ്കിൽ പ്രശ്നമാണുണ്ട് ഇതായിട്ട് നിൽക്കും. പിന്നെ ഇവിടെ വീടിൻ്റെ വെച്ച് തന്നെയായിരുന്നു കല്യാണം. ഇവിടെ വീടിൻ്റെ അപ്പുറത്തൊരു പെരയിടം ഉണ്ടായിരുന്നു. ആ പെരയിടത്തിൻ്റെ അവിടെ പന്തലെല്ലാം കെട്ടി ഇതെല്ലാം വെച്ചായിരുന്നു കല്യാണം. ഇതിപ്പോൾ നമ്മളെ എൻ്റെ എല്ലാ സിസ്റ്റേഴ്സും ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇനി കല്യാണം കഴിച്ചു, ഒരാൾ കഴിച്ച്, ഇനി കഴിക്കാനുള്ള ബാക്കിയുള്ളവരുണ്ട്. പിന്നെ അടുത്തതുണ്ട്, ഇതാണ് ഇവളെ ഉമ്മ മമ്മി. ഇത് അളിയൻ
എന്റെ പകുതിയേ ഉള്ളു ഇപ്പൊ എന്റെയും കാട്ടി ഉണ്ടോ ഇപ്പൊ എന്നെയും കാട്ടി ഇപ്പൊ ഉണ്ട്. ഈ ഇത്തപ്പിലേ ഉണ്ടായിരുന്നുള്ളൂ കണ്ണട എന്നെ കണ്ടു നോക്കട്ടെ ഞാൻ മാസ്ക് വെച്ച്. അങ്ങനെ അവരായിട്ടുള്ളൊരു ഫോട്ടോ എടുപ്പ്. അവരെല്ലാം ദൂരെ പോയി നിൽക്കുന്നപ്പോൾ അങ്ങനെ അവരായിട്ടുള്ള ഫോട്ടോ ഷൂട്ട്. ഞാൻ എന്ത് ഇങ്ങനെ നിൽക്കണം. അന്ന് എനിക്ക് ഇത്തിരി ഹൈറ്റ് കൂടുതലായിരുന്നു തോന്നുന്നു. മെലിഞ്ഞിരിക്കണ തോന്നുന്നു. അന്ന് 6 pack ആയിരുന്നു. ഇപ്പൊ പാക്ക് ഞാൻ ഇതൊരു ബാഗ് കണ്ടില്ലല്ലോ. ഇത് അപ്പു, ഇത് ഇവിടെ ഉമ്മി, ഇനി താജ പിച്ചുണ്ട്. അതാണ്ട് ഇതാണ്. ഇനി ഒരാളൂടെ ഉണ്ട്, ബ്രൂസ്, കുടുംബത്തിൽ. പക്ഷേ അവൻ നിലമേലാണ്. ബ്രൂസ് മോനുണ്ട്, അവനെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ആൾക്കാർ വിചാരിക്കും അങ്ങനെ ഇതാണ്. അങ്ങനെ എന്തൊരു രഹസ്യമെല്ലാം പറയുന്നുണ്ട് മമ്മു. ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് എടുത്ത് കഴിഞ്ഞ് അങ്ങനെ അത് പോയി. ഞാൻ എന്തൊരു കൈയിട്ട് ആരെയോ വിളിക്കുന്നുണ്ട്. എന്തിനാ ഞാൻ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അവളുടെ അടുത്ത്. സൗണ്ട് പറ ടി വിയില്. ഇങ്ങനെ നമ്മളെ ഫോട്ടോ എടുത്ത് ഇത് നമ്മളെ ഗീത ടീച്ചറാണ്, നമ്മളെ ഫാമിലി ഫ്രണ്ട്. നമ്മളെ കല്യാണം എല്ലാം ഒരുവിധം പറഞ്ഞ് കൊണ്ടുവന്നതും ഇങ്ങനെ ഒരാളുണ്ടെന്നും എല്ലാം ഇതായത് നമ്മളെ ഗീത ടീച്ചറാണ്, നമ്മളെ ഫാമിലി ഫ്രണ്ടാണ്. ഇത് ബ്രദറാണ്, മാമീരെ മോയ്. ഇപ്പോൾ ഇവിടെ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത ഇവൻ്റെ കല്യാണമാണ്. വി ആർ വെയിറ്റിംഗ്. അങ്ങനെ ഒരു മട്ടൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ഇത് നമ്മുടെ ഒരേ ഗ്രാൻഡ് മദർ എൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ഇത് ഉമ്മാരെ ഉമ്മയാണ്, ഇത് വാപ്പാരെ ഉമ്മയാണ്. മറ്റമ്മന്ന് വിളിക്കും നമ്മൾ. ഇത് ഇവിടെ നമ്മളെ സ്കൂളിലെ ടീച്ചറായിരുന്നു, ചാന്താങ്കര സ്കൂളിലെ പ്രിൻസിപ്പളായി റിട്ടയറായി. ഇത് ഉമ്മച്ചിരമ്മ സാരി ഉടുത്തത്, ഫർദ് ഇട്ടത് വാപ്പാരമ്മ. ഓക്കെ, അവരെ ഫോട്ടോ എടുക്കുകയാണ്. ഓക്കെ, ഫോട്ടോ എടുക്കുന്നുണ്ട്. മറ്റമ്മയും അവരെ ഫോട്ടോ. പക്ഷേ ഫോട്ടോ എല്ലാം എടുക്കാൻ ഇത്തിരി ലേറ്റാണെന്ന് തോന്നുന്നു അല്ലേ? ആരാ വിളിച്ചെന്ന് തോന്നണം എന്നെ ഫോൺ പോക്കറ്റിൽ വെച്ച്. ആരാണെന്തോ കല്യാണ സമയത്താണ് ഫോൺ വിളി. അങ്ങനെ അതോ പറയുന്നു അപ്പുറത്ത് നിൽക്കണമെന്ന്, പെണ്ണിൻ്റെ അടുത്ത് നിൽക്കണമെന്ന്. ഉമ്മച്ചിമാക്ക് പെണ്ണിൻ്റെ അടുത്ത് നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറത്ത് ഇതാക്കി ഇപ്പുറത്താക്കി. മറ്റമ്മ ഇപ്പുറത്താക്കി, വാപ്പരന്മാരെ എൻ്റെ അടുത്താക്കി, അവളടുത്ത് മരമ്മ അവളടുത്താക്കി. അങ്ങനെ ഒരു ഫോട്ടോ കൂടി എടുത്ത് അങ്ങനെ രണ്ടുപേരും. ഇനി കുറേ ഫോട്ടോ സെക്ഷനാണ്. അപ്പോൾ നമുക്ക് ബോറടിക്കും കുറച്ച്. അപ്പോൾ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞാൽ എന്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ത് പറയുന്നു? കുറച്ച് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളഞ്ഞാലും മതി. കുറച്ച് സ്കിപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ പാട്ട് ഡാൻസ് എല്ലാം ഉണ്ട്. ഈ നമ്മളെ സിസ്റ്റേഴ്സ് തന്നെ
ചെറിയൊരു പാട്ട്, നല്ല പാട്ടായിരുന്നു. ചെറിയ പാട്ട് ഓർമ്മ ഉണ്ടോ? ഡാൻസ്. അന്ന് ഞാനാണ് പാട്ട് സെലക്ട് ചെയ്ത് കൊടുത്തത്. ഞാനത് കേട്ടതിൽ 18 എന്തോ ആയിരുന്നു. ഇതാണ് എൻ്റെ ഫാമിലിയിലുള്ള അംഗങ്ങളാണ്. ഇതാണ് ഇപ്പോൾ ഫാമിലിയിലുള്ള അംഗങ്ങൾ. ഇപ്പോൾ വെട്ടിക്കുറഞ്ഞ് ഇപ്പം ആരെയും കാണാനൊന്നും ഇല്ല. നൂറ, ദിയ, നീതു, ഫാത്തിമ, നിഖിൽ, ഷിബി, ദിയ, കാജോൾ. അത് നമുക്ക് വിഗ് മുടിയാണെന്ന് തോന്നുന്നു. വിഗ് മുടിയല്ല. അങ്ങനെ ഇതാണ് എൻ്റെ ഫാമിലി ഉള്ള പിള്ളേർ സെറ്റാണ്. നമ്മൾ അങ്ങനെ എന്തിനാ ഗൂഢാലോചന എല്ലാം ചെയ്യുന്നു. എന്തിനാണെന്നൊന്നും ഒരു പിടുത്തമില്ല. അന്നൊക്കെ ഒരു രസം. അത് നമ്മളെ ചെറിയമ്മയെല്ലാം നോക്കുന്നുണ്ട്. അങ്ങനെ പെണ്ണിൻ്റെ അടുത്ത് എന്തായാലും തമാശയാണ്, എന്തിനാണ് എന്തോ പറയണത്. പെണ്ണിത് തിരിഞ്ഞല്ല നിൽക്കാണ്. ഇതാണ് ഷെറിയാമി, വാപ്പാര, സഹോദരി ആൻഡ് ഫാമിലി. ഷെറിയാമിയുടെ മോനും മക്കളുമാണിത്. ഇങ്ങനെ അവരായിട്ടുള്ളൊരു ഫോട്ടോഷൂട്ട്. ഇവരെല്ലാം ഇപ്പോൾ വലുതായി. ഒരാൾ കല്യാണം കഴിക്കാൻ വേണ്ടി നിൽക്കുന്നു. ഡിഗ്രി NCSC പഠിക്കുന്നുണ്ട്. പിന്നെ അവനും ഇതിന് നിൽക്കുന്നുണ്ട്. ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ ഉള്ളത് ഇവള് +1 പഠിക്കുന്നു. ശാന്തിരി സ്കൂളിൽ പഠിക്കുന്നു. അത് പഠിത്തം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ പിന്നെ ഇത് നമ്മളെ AKG മാമിയാണ്, ഉമ്മാര മാമിയാണ്. എപ്പോൾ ചെന്നാലും അച്ചാറ്, മാങ്ങ തുടങ്ങിയ ഐറ്റംസുകൾ എനിക്ക് വേണ്ടി വെച്ചിരിക്കും. അങ്ങനെയാണ്. ഇനിയിപ്പം ഈ ഫോട്ടോഷൂട്ട് ആവുകൊണ്ട് എല്ലാവരും പയ്യെ കയറി വരത്തുള്ളൂ. ഇതെൻ്റെ വാപ്പാര അനിയൻ്റെ വൈഫാണ്. കൊച്ചാപ്പാര കൊച്ചുമ്മയാണ്. ഞാൻ മാമി എന്നാണ് വിളിക്കുന്നത്. അവർ മക്കളും സുൽത്താന, റിയാന. സുൽത്താന നജീബ്, റിയാന നജീബ് ആണ് അവരെ കുടുംബമാണ്. നേരത്തെ കണ്ടത് മാമി, സഹോദരി, ഇനി സഹോദരനുണ്ട്. സഹോദരൻ്റെ ഫാമിലിയാണിത്. അങ്ങനെ അവർ ഫോട്ടോ എടുക്കുന്നുണ്ട്. അവർ കഴിഞ്ഞ് അങ്ങനെ അവർ എന്തൊക്കെ ശരിയായി കൊടുക്കുന്നുണ്ട്. മൂക്കിൽ നിന്ന് ഇളകിപ്പോയെന്ന് തോന്നുന്നു. ഇവർ ഡാൻസേഴ്സാണ്. എല്ലാ ഡാൻസ് കളിക്കുക. മൈക്കിലൂടെ എന്തിനാ നടക്കാൻ പോകുന്നത്? ചെറുക്കൻ്റെ വീട്ടിലെ പരിപാടിയാണ്. ഇത് മുന്നേര അമ്മയാണ്. നമ്മളെ ബന്ധുവാണ്, റിലേറ്റീവാണ്. ഇത് മുന്നേര ഫാമിലിയാണ്. ഉമ്മയും സഹോദരിയും. ഇപ്പൊ നടക്കുന്നതെല്ലാം ഫോട്ടോഷൂട്ടാണ്. ഫോട്ടോഷൂട്ടല്ലേ? ഓക്കെ, ഫോട്ടോ സെക്ഷൻ. ഭയങ്കര IELTS പഠിച്ചിട്ട് വന്നിരിക്കുന്നതാണ് ഇപ്പം.
ആരെങ്കിലും ചോദിച്ചോ? പക്ഷേ തോറ്റു പോയതേ ഉള്ളൂ. തോറ്റില്ലല്ലോ, ഒരു പോയിന്റില് തോറ്റത്. ഒരു പോയിന്റ് തോറ്റാലും 100 പോയിന്റ് തോറ്റാലും തോൽവി തന്നെ. തോറ്റൊന്നുമില്ല. പിന്നെ എനിക്ക് 5 മാർക്കിന് തോറ്റേന് എന്തിനാ അവര് സേ എഴുതാൻ പറഞ്ഞത്? നീ എത്ര എണ്ണം തോറ്റ്? 1ാം ക്ലാസ്സിൽ തോറ്റ്. ഗായ്സ് നിങ്ങൾ കേൾക്കണം, LKG മുതലേ എൻ്റെ ഭർത്താവ് തോക്കാൻ തുടങ്ങി. LKG തോറ്റ്, ജീവിതത്തിലും തോറ്റു ഗൈസ്, ജീവിതത്തിലും. 1ാം ക്ലാസ്സിൽ തോറ്റ്, 10ാം ക്ലാസ്സിൽ തോറ്റ്, +2 2 തവണ തോറ്റ്, 10ാം ക്ലാസ്സിലൊന്നും തോറ്റില്ല. 10 തോറ്റില്ല, +2 3 തവണ തോറ്റ് ഗൈസ്. 3 തവണ? 2 തവണ. ഒരു തവണ ആദ്രിയിൽ തോറ്റ്, 2 തവണ ഫൗസിയ നമ്മളെ വീടിന്റെ അപ്പുറത്തുള്ള ഡിഗ്രിയിൽ അടിച്ച് തുണ്ട് പിടിച്ചു ഡീബാർ ചെയ്തു. നീ എന്നെ കളിയാക്കരുത്. നമ്മളെ ഫൗസിയ പാട്ട് പാടുകയാണ്, ഗായികയാണ് അവള്. +2 പെണ്ണ് ആണ് ഫസ്റ്റ് പാടിയ പാട്ട്. ഇവള് +2 പഠിച്ച് കഴിഞ്ഞ ഉടനെയാണ് കല്യാണമായത്. അതുകൊണ്ട് ഞാനാണെങ്കിൽ കുറച്ച് പാട്ടൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തായിരുന്നു. +2 പെണ്ണ്, ആ പാട്ട്, പിന്നെ അഴകുള്ള ഫാത്തിമ അല്ലേ, അത്, അങ്ങനെ കുറച്ച് പാട്ടിലെ ഭാര്യ പൂരിയിരിക്കും പറഞ്ഞ് പൂവെടുത്ത് മാറ്റി. ഭയങ്കര കേറാ. അന്ന് ഞാൻ കേറിനൊരു കുറവ് വന്നിട്ടില്ല. ഒരാണി എടുത്ത് വെക്കാത്ത ഭാഗ്യോടാ. ഇപ്പോഴാണെങ്കിൽ ആണിയല്ല, കമ്പിപ്പാര എടുത്ത് വെച്ചണം. വേണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്യണോ? ഗൈസ്, ഒരു നല്ല സുന്ദരമായ പെൺകുട്ടിയുണ്ട്, ആർക്കെങ്കിലും വേണമോ? 23 വയസ്സ്, ചെറുപ്പക്കാരിയ, പാമ്പ് മോൾ, കൂടൊരു കുട്ടിയോട്ട്, പാനിക് മോൾ, ഒരു പാവം കുഞ്ഞു പാവയാ. അങ്ങനെ ഇനിയിപ്പോൾ അവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറച്ചേരം ഉണ്ടെന്ന് തോന്നണം. ആ പാട്ടിൽ തീരാറായോ? ഇല്ല, കുറച്ചേരം കാണും. അങ്ങനെ നമ്മൾ പാട്ട് കേൾക്കുകയാണ്. അപ്പോൾ കുറേ പേര് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. എല്ലാവരും നമുക്കങ്ങനെ ഓഡിറ്റോറിയം ഒന്നും ഇല്ലാത്തത് കുറേ ഫോട്ടോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. അവിടെ ഉള്ള ഫോട്ടോസ് തന്നെ നമുക്കങ്ങനെ ഫോട്ടോ വീഡിയോ അങ്ങനെയൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം കൊറോണ ടൈമിൽ എവിടെയും പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ വേറൊരു ദിവസം ഫോട്ടോ വീഡിയോസ് എടുക്കാൻ വേണ്ടി പോയി. ക്യാമറമാൻ്റെ പരിപ്പിളവിന്ന് തോന്നുന്നു. ഇളക്കി ഈ പാട്ട് പക്ഷേ വരുന്നില്ല. അല്ല, അവള് പാടുന്ന കേൾക്കാൻ ഈ വീഡിയോയിൽ വന്നില്ല പാട്ട്. ഇത് ഏത് പാട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ തീരും പാട്ട് തീർന്ന ഉടനെ നമ്മൾ അടുത്ത ചെറുക്കൻ്റെ വീട്ടിലെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസ് കാണണല്ലേ. ഇവിടെ വെച്ച് നിർത്തട്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതൊക്കെ ആ ഡാൻസ് ഇവിടെ കാണിച്ചു കൊടുക്കാം. മൊത്തത്തിൽ ഒരു ഡാൻസല്ലേ ഉള്ളൂ. ആ പാട്ടിന് ഒരു ഡാൻസും കൂടിയുണ്ട്. അപ്പോഴത്തേക്ക് ഈ പാട്ട് തീരൂ. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെല്ലാവരും ലോങ് വീഡിയോ കുത്തിയിരുന്ന് കാണണം. അതെന്തിന്? നിങ്ങളിതിൽ പാട്ടുണ്ടായിരുന്നെങ്കിൽ അത് കണ്ടോണ്ടിരിക്കായിരുന്നു. ഇപ്പൊ പാട്ട് ചിലപ്പാണ് നിങ്ങൾക്ക് ബോറടിക്കുക, അപ്പോഴേ കുത്തിത്തൊണ്ടി കളയണം. ഒരു സബ്സ്ക്രൈബ് കൊടുക്കണം, എന്നിട്ട് നിങ്ങളങ്ങ് കളയാം. ഓക്കെ, ഡൺ. വേണമെങ്കിൽ എൻ്റെ കുഞ്ഞുമോളെ കൊണ്ട് ഞാൻ പറയാം, സബ്സ്ക്രൈബ്. അവൾ സംസാരിച്ച് തുടങ്ങി ഗൈസ്, അതുകൊണ്ട് ഒരു രക്ഷ. നമുക്കിപ്പോൾ ഒരു 2 വയസ്സായ ഒരു മോളുണ്ട്. അവളിപ്പോ കിടന്ന് ഉറങ്ങി. അവൾ സുന്ദരിയായ മോള് പറ. ഇവര് സുന്ദരി എന്ന് പറയണ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല ഗൈസ്. എനിക്ക് പ്രസവിച്ചപ്പോൾ കാണുമായിരുന്നു ഗൈസ്, സുന്ദരിയെ വെളുത്ത് തുട്ടി തങ്കക്കൂടെ പോലത്തെ കൊച്ചിനെ ഞാൻ പ്രസവിച്ചു കൊടുത്തത്. എപ്പോഴും 40
40 ഇവിടുത്തെ ചൂടും വെയിലും കാരണം ഇച്ചിരി കളറോയെന്ന് പറഞ്ഞു. ഇപ്പം കളറുണ്ട്. ആ സമയത്ത് 40 എനിക്ക് അറിഞ്ഞൂടാ. 40 നിഖിലിന് അരച്ചു വെച്ചോല്ലേ എല്ലാവരും പറഞ്ഞു. 40 ഞാനാണെങ്കിൽ കൊച്ചിനെ അന്ന് പെൺകൊച്ചല്ലേ ഫ്രോക്കെല്ലാം മേടിച്ചിട്ട് ഞാൻ പോയി പിങ്ക് ഫ്രോക്കെല്ലാം ഇട്ട് അന്നത്തെ ദിവസം ഞാൻ പോയി നോക്കിയപ്പോഴാ ഫ്രോക്ക് സെലക്ട് ചെയ്ത് ബാൻഡ് സെലക്ട് ചെയ്ത് എല്ലാം സെലക്ട് ചെയ്ത് വന്നപ്പോൾ മുട്ടയും കൂടെ അടിച്ച് കളഞ്ഞു ഗൈസ്. ഒട്ടത്തിയെ പോലെ ഇരുന്ന് കരിയും വരച്ച് കുത്തുവിട്ട് കൺമശി എഴുതി നമ്മളെ കൊച്ചിന്. ഞാൻ ആലോചിച്ചത് ഞാൻ പ്ലസ് 2 കൊച്ചാണെന്ന്. അങ്ങനെ ആക്കി കളഞ്ഞു. ആകെ പക്ഷെ എൻ്റെ മോൾ ആ പ്രായത്തിലും സുന്ദരിയായിരുന്നു. ഒരിക്കലുമില്ല. ഇപ്പോഴും എൻ്റെ മോൾ എനിക്ക് സുന്ദരിയാണ്. ഇവക്ക് സുന്ദരി എൻ്റെ മോള് എപ്പോഴും സുന്ദരിയാണ്. ഇപ്പോഴും സുന്ദരിയാണ്. പഴയ ഫോട്ടോസ് എല്ലാം എടുത്ത് അയ്യോ അവളെ പാട്ട് കഴിഞ്ഞു കേട്ടാ ഞാൻ അറിഞ്ഞില്ല. എൻ്റെ മോൾ രാജകുമാരിയാ. രാജകുമാരി. കൈമാറ്റ്. അങ്ങനെ ഇത് കഴിഞ്ഞ് അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഒരു പാട്ടും പാടി. പാട്ട് തീർന്നു. അയ്യോ പാട്ട് തീർന്നില്ല, അവളെ അടുത്തുണ്ട്. കുറെ നേരം ഉണ്ട് പാട്ട്. ഇതൊക്കെ ഓർമ്മയുണ്ട്. ഞാൻ 2-3 പാട്ട് 5-6 ഉണ്ടായിരുന്നു. 2-3 പാട്ടുകൾ കൊടുത്തായിരുന്നു. അങ്ങനെ ആർക്കെങ്കിലും പാട്ടിന് വേണമെങ്കിൽ വിളിക്കാം. ഫൗസിയ കോണ്ടാക്ട് ഫൗസിയ. ഫൗസിയ ഇപ്പം എത്രയാണ് പഠിക്കുന്നത്? +1 പഠിക്കുന്നു. അതൊക്കെ എന്തിനാ പറയണ? ആ കുട്ടിയാണ് +1 പഠിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഫൗസിയ. നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ പഴയ നിങ്ങളെ വീട് ഇവർ വായിച്ചു. അങ്ങനെ നമ്മളെ യിസു അങ്ങനെ ഇവള് രാജകുമാരി എന്നല്ല പറഞ്ഞു. എൻ്റെ മോള് ഭരണിയാണ് ആള്. ഭരണി നിറയെ പൈസ കൊണ്ടുവരുന്ന എല്ലാരും പറയുന്നേ. ഭരണി ഇതുവരെ നിറച്ചില്ല. ഭരണി നിറയെ ഒരു ഇട്ടില്ല. ഇതെന്തര് അതവിടെ ആരെങ്കിലും ചോദിച്ചാൽ ഇവിടെ പാടച്ചില്ല മണ്ടത്തി ഇവള് വാ തുറന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ മണ്ടത്തരങ്ങാണ്. എൻ്റെ മോളെ മുടി ഒന്ന് ചുരുണ്ട മുടിയാണ്. പക്ഷെ അത് എനിക്ക് ഇഷ്ടമില്ല. ഇഷ്ടമില്ലേ? എനിക്കിഷ്ടമാണ്. നല്ലൊരു പേളിയുടെ മുടി പോലെ. കേൾ ഹെയർസ് ഇഷ്ടമല്ല. ആരുടെ ഇഷ്ടമില്ല. എത്ര കൊള്ളാം എനിക്ക് ആരെ കേൾ ഹെയർസ് ഇഷ്ടമല്ല. സ്ട്രെയിറ്റ് ഹെയർസാണ് ഇഷ്ടം. പക്ഷെ അത് മാത്രമേ ഞാൻ ആഗ്രഹിച്ചൊരായില്ല. നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചുരുണ്ട സായിബാബയെ പോലെയാണ് ഇപ്പം ഇരിക്കണം. നമ്മളെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ അവളുണ്ട്. അവളെ ഫോട്ടോസ് അല്ല വീഡിയോസ് ഇല്ലല്ലേ ഇസുവിൻ്റെ വീഡിയോസ്. പറഞ്ഞിട്ട് കഴിഞ്ഞാൽ നിന്റെ വീഡിയോസിന് എൻ്റെ വീഡിയോസ് 10K വരെ അടിച്ചിട്ടുണ്ട്. അല്ലാതെ വ്യൂവേഴ്സാണ്. അപ്പുറം വേള അറിയോ നിന്റെ ഒട്ടി ഞാൻ കൊക്കോ നിന്റെ ഒരു കല്യാണം. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പിടങ്ങും. ഞങ്ങളെ കളിയാക്കി കൂടാ, ഒന്നും പറഞ്ഞുകൂടാ. ഈ ബൊമ്മ പോലെ മിണ്ടാതിരിക്കണം. അങ്ങനെ ഈ ബൊമ്മ ഇവിടെ നിനക്ക് പാട്ടിടാൻ പറ്റുമോ? ഈ സെക്ഷനിലൂടെ എന്ത് മറ്റേ പാട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്തേരാ. എന്ത് പാട്ടിട്ട് കഴിഞ്ഞാൽ അവർക്ക് ആർക്കും ബോറടിക്കത്തില്ല. ഇത്ര ആര് കാണായിരുന്നു കുത്തിയിരുന്നു. ഞാനിത് പിന്നെ ഗൈസ് ഈ പാട്ടോ ഇല്ലാത്തത് കൊണ്ട് ഞാനാണെങ്കിൽ ഇത് കട്ട് ചെയ്ത് വേറൊരു ഷോർട്സ് ആയിട്ടിടാം. ഇതിപ്പോൾ ഇത് ഇവളെ റിലേറ്റീവാണ്. ഇത്
റിലേറ്റീവാണ്. ഹാരിസിൻ്റെ അതായത് എൻ്റെ കൊച്ചാമ്മീടെ ഹസ്ബൻഡ്. അതൊക്കെ പറ കേട്ടൂടാ. കൊച്ചാമ്മീടെ ഹസ്ബൻഡ്, ഉമ്മാടെ കൊച്ചാമ്മീടെ ഹസ്ബൻഡ്. ഞാൻ എല്ലാവരെയും മാമീന്നാണ് വിളിക്കും. എനിക്കെല്ലാവരും മാമിയാണ്. റിലേഷൻ പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. ഉമ്മാടെ, എൻ്റെ ഉമ്മച്ചുമ്മാടെ ഹസ്ബൻഡിൻ്റെ മക്കളെ ഹസ്ബൻഡ്. മനസ്സിലാക്കണം എല്ലാവർക്കും. ഇതിപ്പോൾ ഡാൻസാണോ?